ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? ജനങ്ങൾ ശ്രദ്ധിക്കില്ല ഇതൊക്കെ. ഇത് തന്നെയാണോ പിന്നിൽ? അതായത് ജീവനക്കാരൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങണമെന്നാണ്. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഗംഗയായിരുന്നില്ല നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ നമുക്ക് തെറ്റി. ഗംഗയേക്കാൾ വീര്യം കൂടിയൊരു മനോരോഗിയെ നമ്മൾ തിരിച്ചറിയാതെ പോയി സുഹൃത്തുക്കളെ. നകുലിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാടമ്പള്ളിയിൽ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മനോരോഗിയാണ് നമ്മുടെ നകുലൻ എന്ന് പറയേണ്ടി വരും. കുറച്ചു കാലമായി എവിടെ പോയാലും ആരെ കണ്ടാലും അലറി വിളിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം നകുലിനിൽ കാണപ്പെടുന്നുണ്ട്. മെഡിക്കൽ സയൻസിൽ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും കണ്ടെത്തിയിട്ടില്ല. റിസർച്ച് നടക്കുന്നുണ്ട്. സിറ്റോമാനിയ എന്ന് പേരിടാനാണ് തീരുമാനമെന്ന് തോന്നുന്നു. വളരെ റയർ അസുഖമാണ് പോലും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സഹാനുഭൂതിയോടും സഹതാപത്തോടും കൂടി മാത്രം നകുലനോട് പെരുമാറാൻ ശ്രമിക്കണം. നകുലനിൽ നിന്നും മുന്ന ഗോപിയിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് സഹതാപം മാത്രമല്ല, കുറച്ചും കൂടി സൂക്ഷ്മത പുലർത്തുന്നതും നന്നായിരിക്കും. നകുലനാണെങ്കിൽ അലറി വിളിക്കുകയുള്ളൂ. പക്ഷെ മുന്നേയായി മാറിക്കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് നമ്മളൊക്കെ കഴുത്തറക്കും. എന്തായാലും ഇന്നലെ നമ്മുടെ നകുലനായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. രാജ്യസഭയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം കേട്ട ഷിറ്റോ മാനിയക്കാരൻ ഷിറ്റു ഗോപിക്ക് ഹാലിളകി. പിന്നീട് അവിടെ നടന്ന ചരിത്രമാണ്. കമ്മീഷണർ സിനിമയിൽ പോലും ഗോപിയേട്ടന് ഇത്ര നന്നായി അഭിനയിച്ചിട്ടുണ്ടാവില്ല. അജാതി നാടക ലെവല് പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു മക്കളെ. ഇതൊന്നും കാണാണ്ട് മരിച്ചു പോയാൽ പഠിച്ചോന്ന് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബ്രിട്ടാസിന്റെ രാജ്യസഭാ പ്രസംഗത്തിന് ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സാർ. സാർ, കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സാർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. ഓക്കെ, ഇവിടെ എല്ലാത്തിന്റെയും തുടക്കം വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മണിപ്പൂരിലും ജബൽപൂരിലുമെല്ലാം ക്രിസ്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്യുകയും കേരളത്തിലെ മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻസിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുന്ന സംഘികളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ബ്രിട്ടാസ് ഇങ്ങനെ പറയായിരുന്നു. യേശുവിന്റെ കൂടെ നടന്ന് ചതിച്ച യൂദാസിനെ പോലെ, അതല്ലെങ്കിൽ എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തിനെ പോലെയാണ് സംഘികളെന്നും അവര് വിശ്വസിക്കരുതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. മുന്ന എന്ന കഥാപാത്രം ആരാണ് എന്താണെന്നുള്ളത് എമ്പുരാൻ സിനിമ കണ്ട ആളുകൾക്ക് മനസ്സിലായി കാണും. അപ്പൊ പറഞ്ഞു വരുന്നത് ചില മുന്നക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് ജോൺ ബ്രിട്ടാസ് അങ്ങ് കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും ഇത് തന്നെ കുറിച്ച് മാത്രമാണ് എന്ന് തോന്നിയ തൃശ്ശൂർ MP അങ്ങ് ചാട് എഴുന്നേറ്റു. തൃശ്ശൂരുകാരുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഗോപിയേട്ടൻ എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Left, right, left. Let's sit down. ഇയാൾ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ബ്രിട്ടാസ് ഇവിടെ എമ്പുരാനിലെ മുന്ന എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഇയാൾ അതിന്റെ ഇടയിൽ കൂടെ TP ചന്ദ്രശേഖരനും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ റിലീസ് ചെയ്യാൻ പറയുന്നു. എന്തിന്? ആർക്ക് വേണ്ടി? ഇതൊരു തവണ റിലീസായി തിയേറ്ററിൽ കളിച്ച പടങ്ങളാണ്. അത് വീണ്ടും റിലീസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ സുരേഷ് ഗോപിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒന്നുകൊണ്ട് റിലീസ് ചെയ്തോ. ഇവിടെ ആർക്കൊരു കുഴപ്പമില്ല, ആരും എതിർക്കാനും പോണില്ല. ബാക്കിയാണ് നോക്കാം. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. ഓക്കെ, എമ്പുരാൻ സിനിമ റീസെൻസർ ചെയ്യുന്നതിന് മുമ്പ് കണ്ടവർക്ക് അറിയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് നന്ദി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് വെട്ടിമാറ്റാൻ താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആശാൻ ഇപ്പൊ പറഞ്ഞത്. അതേതായാലും നന്നായി. ആ മാലിന്യം എടുത്തു കളഞ്ഞാണെങ്കിൽ അത് അത്രയും വൃത്തിയാവല്ലോ. എന്തായാലും രാജ്യസഭയിലെ പെർഫോമൻസ് അവിടെ കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളിൽ നെഞ്ചത്തോട്ട് ഒരു കയറ്റുണ്ട്. അത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണല്ലോ. ഈ പൊട്ടന്മാരാണെങ്കിൽ തമ്പുരാൻ ഗോപിയുടെ ആട്ടും തുപ്പും കേൾക്കാൻ വേണ്ടി മൈക്കും തൂക്കി ഒരു ഉളുപ്പിലാണ് പിന്നാലെ പോവുകയും ചെയ്യും. എന്തായാലും കേട്ടോക്കാം. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. നിങ്ങൾ ആരാന്ന് അല്ലേ?
ആ പൊട്ടക്കണ്ണ എടുത്തു മാറ്റി സൂക്ഷിച്ച് നോക്കടാ പൊന്നുമോനെ. അപ്പൊ മനസ്സിലാകും മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്താണെന്ന് നോക്കി. നിങ്ങൾ ആരോടെ കളിക്കുന്നതെന്നല്ല പിന്നെ ചോദിച്ചത്. പാവം സിറ്റോമാനെ ബാധിച്ച് ഓർമ്മയൊക്കെ പോയിന്ന് തോന്നുന്നു. സാരില്ല, താൻ ആരാണെന്ന് തനിക്കറിയില്ല എങ്കിൽ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. നിങ്ങളുടെ പേര് സുരേഷ് ഗോപി, സിറ്റ് ഗോപി, തമ്പുരാൻ ഗോപി, മുന്ന ഗോപി എന്നൊക്കെയുള്ള പല പേരുകളും നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ തൃശ്ശൂരിലെ MP ആണ്. എന്താണ് MP? ആ ബോധം ഒന്നും കൂടെ ഒന്നും ഉണ്ടായിക്കോട്ടെ, കൂടുതലും തന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ബാക്കി ഉണ്ടോക്കാം. ശരി, ഇനി അത് ഞാൻ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളെ ജനാധിപത്യത്തിന് 4ാം തൂണായിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളല്ലേ. ഒരു MP എന്ന നിലയ്ക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി തമ്പ്രാൻ കുഞ്ഞിന് എന്ത് ജനാധിപത്യം അല്ലേ? അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുന്നവനോടൊക്കെ ജനാധിപത്യത്തെ കുറിച്ച് വേദം ഓതിയിട്ട് എന്ത് കാര്യം? ബാക്കി ഉണ്ടോക്കാം. ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യടോ എന്ന് തിരിച്ചു ചോദിക്കാൻ നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകരും ആ കൂട്ടത്തിൽ ഇല്ലാതെ പോലെ ഓർക്കുമ്പോഴാണ്. ബാക്കി ഉണ്ടോക്കാം. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇയാളിതെന്തോന്നു ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ നട്ടലുണ്ടെങ്കിൽ മാന്യമായി മറുപടി പറയാൻ ശ്രമിക്കണം മിസ്റ്റർ. ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നോക്ക്. രാജ്യസഭയിൽ വെച്ച് ബ്രിട്ടാസ് ഊക്കി വിട്ടതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനുശേഷം ബ്രിട്ടാസ് മാധ്യമ പ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതും കൂടി കണ്ടു നിർത്താം. ജബൽപൂരിൽ നിയമപരമായ നടപടി എടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാണ്. ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സുരേഷ് ഗോപി എൻ്റെ ശത്രു ഒന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ സംഭവമാണ്. എന്തായാലും ഇപ്പൊ പഴയ പോലെ സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടുന്നില്ല. എന്നാ പിന്നെ രാജ്യസഭയിലും പാർലമെന്റിലും മാധ്യമങ്ങളുടെ ഒക്കെ മുന്നിൽ പോയി അഭിനയിച്ചേക്കാമെന്ന് കരുതി കാണും. ഭരചന്ദ്രൻ IPS അങ്ങോട്ട് ഇറങ്ങി പോവാത്തതിന്റെ പ്രശ്നമാണ്. ഇതിനിപ്പോ ഇനി ബ്രഹ്മദത്തെ നമ്പൂതിരിപ്പാടല്ല, സാക്ഷാൽ സണ്ണി വന്നിട്ടും കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബാക്കി ഉണ്ടോക്കാം. എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്ക് ഉണ്ട്. പക്ഷെ ആ മിത്രം ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക, അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക. യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആളിന് ചേരുന്നതാണോ? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ തരത്തിലൊക്കെ. അല്ല, ഇത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല. BJPക്ക് സംശയമുണ്ട്. ഇത്രക്ക് വേണ്ടായിരുന്നു ബ്രിട്ടാസ്. ഒരാൾ ഇങ്ങനെ കൂക്കാൻ പാടുണ്ടോ? ഇമോഷണൽ ഡാമേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കുറെ അട്ടഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ണുരുട്ടുകയും വേണ്ട. ഇതുപോലെ കുറുക്കിക്കൊള്ളുന്ന 2 വർത്തമാനം പറഞ്ഞാൽ മാത്രം മതി. എത്ര കൂളായിട്ടാണ് ബ്രിട്ടാസ് ഒറ്റയടിക്ക് സുരേഷ് ഗോപിയെ ആരും ഇല്ലാതാക്കി മാറ്റിയത്. ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഇയാളൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം മുന്നെയാണ്. തരം കിട്ടിയാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ബാക്കിയൂടെ ഉണ്ടോക്കാം. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു മുന്ന ഗോപി എന്നുള്ളൊരു പേര് വീഴുന്നതിന് പോലും ഇന്നലത്തെ രാജ്യസഭയിലെ ചർച്ച ഇടവരുത്തി. യഥാർത്ഥത്തിൽ ഞാനങ്ങനെ ഒരു പ്രയോഗം, രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ, മാധ്യമപ്രവർത്തനങ്ങളിലും ഇല്ലേ ഇങ്ങനെയുള്ള 5-ാം പത്തി, മറ്റേ യുദാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം. അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ്. പലതരം മൂക്കലുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരാളിങ്ങനെ പുകയറ്റിക്കൊണ്ട് ഊക്കുന്ന കാണുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ സംഖ്യകൾക്ക് ഇത് ബ്രിട്ടാസ് സിറ്റു ഗോപി ഊക്കിയതാണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് കോമഡി. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. മുന്ന യുദാസ് എന്നൊക്കെ BJPക്കാരെ വിളിച്ച് പ്രസംഗിച്ച ബ്രിട്ടാസ് പെട്ടെന്ന് ഡീസന്റ് ആയി. ST സുഹൃത്താണത്രേ, കിട്ടേണ്ടത് കിട്ടേ, ഏത് CPM തലപൊക്കില്ല. എങ്ങനെയുണ്ട്? ഇതാണ് ഒറിജിനൽ സംഖ്യ എന്ന് പറയുന്നത്. ഇത്രയും ബുദ്ധിയില്ലാത്ത ആളുകളാണ് ഇവരുടെ അണികൾ. വെറുതെയാണ് അധികാരത്തിലിരിക്കുന്നത്. എന്തായാലും ബിഗ് സ്ക്രീനിൽ ഗോപി അണ്ണന്റെ പെർഫോമൻസ് മിസ് ചെയ്യുന്ന ഫാൻസിനൊക്കെ ഇതൊരു ആശ്വാസമാണെന്ന് പറയാതെ വയ്യ. മിനി സ്ക്രീനിൽ ആശാൻ തകർത്താടുകയല്ലേ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.